Hey guys, welcome back to our channel Volo. We only live once. Good morning guys. ഇന്ന് ദുബായിലെ മൂന്നാമത്തെ ദിവസമാണ്. കുഞ്ഞിപ്പെണ്ണിന് കഴിഞ്ഞ 2 ദിവസത്തെ യാത്രാക്ഷീണം ഇന്നാണ് ഹിറ്റ് ചെയ്യുന്നത്. ഉറങ്ങിയിട്ട് മതിയാവുന്നില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ റെഡിയായി അവളെയും കുത്തിപ്പോക്കി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വന്നിട്ടാണ് അവളെ റെഡിയാക്കിയത്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ദുബായ് ഡോൾഫിനേറിയമാണ്. അയ്യോ, അപ്പച്ചനെ നോക്കി പെണ്ണിന്റെ ചിരി കണ്ടോ? നമ്മൾ നേരത്തെ തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ടിക്കറ്റിന്റെ ഫിസിക്കൽ കോപ്പി വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ടറിൽ കുറച്ച് താമസം ഉണ്ടായിരുന്നു. എനിവേ കൺഫ്യൂഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഏറ്റവും ഫ്രണ്ടിലെ VIP സീറ്റ് എന്ന് പറഞ്ഞാൽ അത് വെറ്റ് സീറ്റ്സ് ആണ്. അതായത് ഡോൾഫിൻസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നനയും. അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണുള്ളതുകൊണ്ട് നമ്മൾ അത് എടുത്തില്ല. കുറച്ച് പുറകോട്ടാണ് സീറ്റ് എടുത്തത്. ഡോൾഫിൻസിന്റെ മാത്രമല്ല സീൽസിന്റെയും ഷോ ഉണ്ട്. അതായിരുന്നു ആദ്യമേ. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ അവരുടെ ഓരോ കളികളും ട്രിക്സും ഒക്കെ. അത് കഴിഞ്ഞാണ് ഡോൾഫിൻ കുട്ടന്മാരെ പുറത്തിറക്കിയത്. 3 പേരുണ്ടായിരുന്നു. ആ ഷോയും ഭയങ്കര ക്യൂട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവർ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. എങ്ങനെ ഇത് പഠിപ്പിച്ചെടുത്തു നമ്മൾ ചിന്തിച്ചു പോകും. ഇത്രയും ബഹളത്തിന്റെ ഇടയ്ക്കും കുഞ്ഞിപ്പെണ്ണ് പാവം ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പെട്ടെന്ന് തീർന്നു പോയോ? ആ ഷോ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ തന്നെ വേറൊരു ബേർഡ് ഷോ ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇവിടെ കുറെ ടൈപ്പ് എക്സോട്ടിക് ബേർഡ്സിനെ വെച്ചുള്ള ഒരു ഷോ ആയിരുന്നു. കോണിയർ, മെക്കാവ്, ഈഗിൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ കണ്ടോ, ഒരു മെക്കാവിനെ കൊണ്ട് കൊടി ഉറപ്പിക്കുന്നത് കണ്ടോ? ചാച്ചന് പണ്ട് പെറ്റായിട്ട് ഒരു മെക്കാവ് ഉണ്ടായിരുന്നു കേട്ടോ. കിങ്ങിനെയും ആ പേരിട്ടിരുന്നത്. ആള് ഭയങ്കര ബ്രില്യന്റ് ആയിരുന്നു. ഡാൻസ് കളിക്കാൻ, വർത്താനം പറയും, ചിരിക്കും ഒക്കെ ചെയ്യാറ്. അതുപോലെ ഇതേ സൈക്കിൾ ഓടിക്കുന്നു. അങ്ങനെ ഈ ബേർഡ് ഷോ കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ദുബായ് ഫ്രെയിമിൽ പോവാന്ന് വിചാരിച്ചത്. അവിടത്തേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറോളം വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ ദുബായ് ഫ്രെയിം അകത്ത് കയറുന്നില്ല. ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ അതിനിപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ഒന്നാമത് ഉച്ചവെയിലാണ്. കുഞ്ഞും നമ്മളെല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചു ഓൾറെഡി. ഇനി 1 മണിക്കൂർ ക്യൂ നിന്ന് കയറുമ്പോഴത്തേനും ഒരു വഴിയാവും. അതുകൊണ്ട് നമ്മൾ മിക്കവാറും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. മിക്കവാറും അല്ല, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിട്ട് വന്നതാണ്. എനിവേ അപ്പോൾ നമ്മൾ കയറേണ്ടാന്ന് തീരുമാനിച്ചു. ദുബായ് ഫ്രെയിമിന്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അങ്ങ് പോവാം. അവിടെ കയറാൻ പറ്റാഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് വൈകിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒന്നും കൂടി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ നോക്കിയപ്പോൾ ഒട്ടും തിരക്കില്ല, നേരെ കയറി പോകാൻ പറ്റും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ടിക്കറ്റിന്റെ പൈസ മുതലായി. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ ദുബായ് ഫ്രെയിം ഇരിക്കുന്ന ഒരു പാർക്കിലാണ്. ഇതിന്റെ ചുറ്റിനും വേറെ കുറെ പാർക്സ് ഒക്കെ ഉണ്ട്. അപ്പം സബീൽ പാർക്കിന്റെ ഗേറ്റ് 4ന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം നമ്മൾ വണ്ടിയിൽ പോവാണെങ്കിൽ. കാരണം അല്ലെങ്കിൽ ഒത്തിരി കറങ്ങി ചുറ്റി നടന്നു വരേണ്ടി വരും. ആ നട്ടുച്ച വെയിലത്ത് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ദൂരെ എങ്ങാണ്ട് പാർക്ക് ചെയ്തിട്ട് അത് മൊത്തം നടന്നു പോകേണ്ടി വന്നു. ഈ ഒരു ദുബായ് ഫ്രെയിം ഞങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു സംഭവമാണ്. ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ കൂടെ നടക്കുമ്പോൾ ദുബായിയുടെ ഹിസ്റ്ററി കാണും. ലിഫ്റ്റ് കയറി മേളിൽ പോകുമ്പോൾ ഒരു വ്യൂയിങ് ഡെക്ക് ഉണ്ട്. അവിടെ ഗ്ലാസ് ഫ്ലോർ ഒക്കെ ഉണ്ട്. അയ്യോ ചാച്ചാ, ഞാൻ പെട്ടടാ, ഒന്ന് പിടിച്ചടാ. ഇവിടുന്നുള്ള വ്യൂ ഭയങ്കര രസാട്ടോ. ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല രസാ. ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ താഴെ വന്നു കഴിയുമ്പോൾ ഫ്യൂച്ചർ ദുബായിലേക്കാണ് നമ്മൾ വരുന്നത്. ദുബായ് ഇൻ 2050. ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായി പോയി. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വിടുന്നത് ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഇവിടത്തെയും ടിക്കറ്റ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് പാർക്കിംഗ് കണ്ടുപിടിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കുറെ കിടന്ന് കറങ്ങി. ദുബായിൽ ബുർജ് ഖലീഫ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ ഗ്ലോബൽ വില്ലേജ് ആണ്. പല സ്ഥലങ്ങളിൽ ഫുഡ് വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ള എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കിട്ടും. അതിന്റെ ഇടയ്ക്ക് മറ്റേ ഐസ്ക്രീം തന്നു പറ്റിക്കുന്ന അവരില്ലേ, അവരുടെ അടുത്തോട്ട് മമ്മിയെ നൈസായിട്ട് പറഞ്ഞു വിട്ടു. 2 മിനിറ്റോടെ കഴിഞ്ഞിരുന്നെങ്കിൽ മമ്മി അവന് ഇടിച്ച് സൂപ്പാക്കി. ഇന്ത്യയുടെ പവലിയൻ കണ്ടാൽ പിന്നെ നമുക്ക് കയറാണ്ടിരിക്കാൻ പറ്റൂ? അതിന് മുമ്പേ തൊട്ടപ്പുറത്തുള്ള സ്റ്റോളിൽ നിന്ന് നമ്മൾ ചോലെ ഭട്ടൂരി വാങ്ങിച്ചു കഴിച്ചു. അതുപോലെ 2-3 പവലിയൻസ് ഒക്കെ കയറി കണ്ടു. പക്ഷെ പേരൻസ് കുറെ നടന്ന് ക്ഷീണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പരിപാടി അവസാനിപ്പിച്ച് ഇറങ്ങി. കുഞ്ഞിപ്പെണ്ണാണെ ഉറക്കത്തോടെ ഉറക്കം. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം രാവിലെ കൊച്ചു കുറച്ച് എനർജറ്റിക് ആയിട്ടുണ്ട്. രാവിലെ അപ്പനോട് ഭയങ്കര വർത്താനം ചിരിയൊക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഞങ്ങളുടെ 2nd മന്ത് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആയപ്പോഴത്തേന് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ക്ഷീണിച്ചു. വണ്ടി കയറി കഴിഞ്ഞാൽ ഉറക്കം മസ്റ്റാണ്. നമ്മൾ ഈ വന്നിരിക്കുന്നത് വാഫി മോളിലുള്ള ആയ യൂണിവേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇവിടെയും ചില വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോയിൽ ആയ യൂണിവേഴ്സ് എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇവിടെ എന്താണ് സംഭവം എന്ന് കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും മോളിനകത്തോട് തെണ്ടി തിരിഞ്ഞാണ് നമ്മൾ അവസാനം സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ചെന്നപ്പോൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ ഉണ്ടായിരുന്നു. ആയ പാസ്പോർട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവള് നല്ല റിലാക്സ് ചെയ്തോണ്ടിരിക്കുക റിലാക്സിംഗ് റൂമില്.
സത്യം പറഞ്ഞ ഇത് എന്താണെന്ന് പറയാൻ ഇപ്പോഴും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു 10-11 മുറികളുണ്ട്. അവിടെ അവർ ഡിഫറെന്റ് കോൺസെപ്റ്റ്സിലായിട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ് അത് കാണാനായിട്ട്. ഇത് ശരിക്കും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഞാൻ പറയും. ലൈറ്റ്സും സൗണ്ടും ആംബിയൻസും ഒക്കെ വേറെ ലെവൽ. പക്ഷെ കൂടുതലും സ്ഥലങ്ങളിൽ ലൗഡ് മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെയാണ് ഓരോ റൂംസും കണ്ടു പോയത്. ഇങ്ങനെ ഓരോ റൂംസ് കഴിയുമ്പോഴും അതിന്റെ ലോഗോ സ്റ്റിക്കർ നമ്മൾ പാസ്പോർട്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എല്ലാ റൂംസിലും പോയോ ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റും. പ്ലസ് അത് നമുക്ക് ഇവിടെ വന്നതിന്റെ ഒരു മെമ്മറി കീപ്സേക്ക് കൂടെയാണ്. ഇതിങ്ങനെ ഇൻഫിനിറ്റി പൂൾ പോലെ താഴോട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ റൂമിൽ നമ്മളിങ്ങനെ താഴെ കിടന്നിട്ട് മേളിൽ സ്ക്രീനിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ശരിക്കും മെസ്മറൈസ്ഡ് ആയി പോകും. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദ റിവർ എന്ന് പറഞ്ഞ ഇതുപോലൊരു സംഭവം. ഇവിടെ ഞാൻ ചെറിയൊരു ഡാൻസ് ഒക്കെ ചെയ്തായിരുന്നു. നിങ്ങൾ ഷോർട്സ് കണ്ടായിരുന്നോ? ഇത് വേറൊരു വെറൈറ്റി റൂമായിരുന്നു. ഇങ്ങനെ കുറെ ബോൾസും ലൈറ്റ്സും ലൈറ്റ് ഷോയും ഒക്കെ ആയിട്ട്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂം, സെലസ്റ്റിയ. ഇത് ആക്ച്വലി ഒരു ബോൾ പിറ്റ് ആണ്. നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് പുറത്തു വരുന്ന ഒരു റൂമാണിത്. ഈ ഒരു സ്ഥലത്ത് ബേബിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞായിരുന്നു. നമ്മൾ പിന്നെ സൗണ്ട് കാരണം അല്ലെങ്കിലും ബേബിയെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആദ്യം ഞാനും പാരന്റ്സും കൂടെ പോയി കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ചാച്ചനും കൂടെ കയറി കണ്ടു. നല്ല രസമുണ്ടായിരുന്നു ഇതിൽ കളിക്കാൻ. കണ്ട അപ്പയുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് പുറത്തു വന്നത്. അത് കഴിഞ്ഞുള്ള സ്ഥലം ഇതാണ്. ഇത് വാൾ പ്രൊജക്ഷൻസ് ഒക്കെ ഉള്ള ഒരു റൂമാണ്. എങ്ങനെയുണ്ട് അമ്മയുടെ എസ്തെറ്റിക് ഷോട്ട് എങ്ങനെയുണ്ട്? ഇതാണ് ലാസ്റ്റ് റൂം. ഫുള്ള് ലൈറ്റും മിറേഴ്സും വെച്ച് തകർത്തേക്കുവാ. ഇത് കഴിഞ്ഞ് നമ്മൾ അവിടെ വോഫി മോളിൽ തന്നെ ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് ലഞ്ച് കഴിച്ചത്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഹൗസ് ഓഫ് ഹൈപ്പ് എന്നാണ്. ഈ ആയ യൂണിവേഴ്സിന്റെ ഒരു സിമിലർ കോൺസെപ്റ്റ് ഒക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ഒരു വെറൈറ്റിയിൽ. അവിടെ ഇതുപോലെ പാസ്പോർട്ടും സ്റ്റിക്കറും ഒക്കെ തന്നാണ് അകത്തോട്ട് കയറ്റി വിടുന്നത്. ഇത് പക്ഷെ അയേക്കാളും വേറൊരു ലെവൽ സംഭവമാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞ വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ചാ പോയിക്കൊണ്ടിരുന്നത്. ഇതത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിനായിരിക്കും ഈ ഹൗസ് ഓഫ് ഹൈപ്പ് കുറച്ചുകൂടി ഇഷ്ടമാവുന്നതെന്ന്. നമ്മൾ തന്നെ കുറച്ച് അതും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങും. അത്ര ഇഷ്ടമായില്ല. എല്ലാവരും ടയേർഡുമാണ്. അതുകൊണ്ടൊന്ന് റെസ്റ്റ് എടുക്കാന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇവിടെ ഇറങ്ങുക. അങ്ങനെ ഒരു ഉച്ചരയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. വൈകിട്ടിന് ഒന്നും കൂടി ഇറങ്ങാൻ ക്ഷീണമാണെന്ന് പറഞ്ഞു പേരൻസ്. അപ്പൊ പിന്നെ നമ്മൾ കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് ഞാനും ചാഷനും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ എഗെയിൻ ഗ്ലോബൽ വില്ലേജ് വന്നിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോയായിരുന്നു. പക്ഷെ ചെറുതായിട്ട് നമുക്ക് കറങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ ഒന്നും കൂടി ഒന്ന് കറങ്ങി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. വി ആർ അറ്റ് ഗ്ലോബൽ വില്ലേജ് റൈറ്റ് നൗ. ഇത് മറ്റേ വായിലിട്ട് ചവയ്ക്കുമ്പോൾ പുക വരുന്ന സാധനം. നീത്ത് അസർബൈജാനിന്ന് കഴിച്ചില്ലേ, അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വരിക. സ്വീറ്റും ചീസും ഉണ്ട്. ചീസാണ് നമ്മളെടുത്ത്. ടർക്കിഷ് ബേക്ക്ഡ് പൊട്ടറ്റോ ആണ്. നമ്മൾ സോസേജസ്, മഷ്റൂം, കുറച്ച് പിക്കിൾസ് ഒക്കെ ഇട്ടു. കുഴപ്പമില്ല. ഹൈപ്പിൻ്റെ അത്രയൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല. ഫ്രിഡ്ജ് മാഗ്നറ്റ് കിട്ടുമെന്ന് നോക്കാം നമ്മുടെ കളക്ഷനിലേക്ക്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അവസാനം നമ്മൾ ഇതാണ് ചൂസ് ചെയ്തത്. കോക്കോ ബൈ തായ് എന്ന് പറയുന്ന സ്റ്റോളിൽ നിന്ന് സ്ട്രോബെറി കോക്കനട്ട് മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു. ഈ സംഭവം കണ്ടിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. ഒന്നുമില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത്. അതിൻ്റെ ഒരു സെർവിങ് സ്റ്റൈൽ എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് തുറന്ന് കുടിച്ച് നോക്കാം. ഞാൻ കുടിച്ചു നോക്കാം. കുഴപ്പമില്ല, നോട്ട് ബാഡ്. നമ്മൾ ടർക്കിയിൽ പോയപ്പോൾ കഴിച്ച ഒരു പ്രത്യേകതരം ഫുഡ് ഇവിടെ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ഗലാട്ട ടർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറുന്നത്. ഒന്ന് പോയി നോക്കാം കിട്ടുന്നുണ്ടോന്ന്. അത് കിട്ടിയില്ല ഗൈസ്, ഒത്തില്ല. എന്തായാലും ആ വിഷമം പുറത്ത് കാണിക്കാൻ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഒരു ദുബായ് വ്ളോഗ് കൂടെ വരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് വാച്ച്.